അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബീഅ വസന്തമാണ്, നിത്യാഘോഷം, പ്രവാചക പ്രകീർത്തനങ്ങളൊക്കെയായി ലോകം മുഴുവൻ സ്നേഹം പരന്നെടുക്കുന്ന വസന്തകാലം. പക്ഷേ കേവലമായ പ്രകടനപരതകൾ, ഇന്ദ്രിയപരമായ വികാരങ്ങൾ, ആത്മാവിന്റെ ഉള്ളിൽ തൊട്ടറിയുന്ന പ്രവാചക സ്നേഹമൊക്കെ വിശ്വാസിക്ക് അനിവാര്യമാണ്. സ്നേഹം എന്നുള്ളത് സാർവലൗകികമായ സത്യമാണ്. എല്ലാ മനുഷ്യരിലും അടിപ്പെടുത്തിയിരിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് സ്നേഹം. യഥാർത്ഥത്തിൽ സ്നേഹം നിർവചനങ്ങൾക്ക് അതീതമാണ്. കാരണം ഓരോ മനുഷ്യനും സ്നേഹത്തിന്റെ ഭാഷയും നിറവും രുചിയുമെല്ലാം വ്യത്യസ്തമാണ്. തന്റെ മകനെ ശരിയിലേക്ക് നയിക്കാൻ ശിക്ഷിക്കുന്ന ഒരു പിതാവിനേക്കാൾ അപരിചിതനായ വഴിപോക്കിന് പക്ഷേ പുത്രസ്നേഹത്താൽ ഇടക്കുന്ന ആ ഒരു പിതാവിന്റെ ഹൃദയം കാണാൻ കഴിയുക. പ്രവാചക ചരിത്രത്തിൽ തന്നെ സ്നേഹത്തിന്റെ വൈവിധ്യാത്മകമായ ഇത്തരം ചേരികൾ സൃഷ്ടിക്കപ്പെടുന്നു. പ്രവാചകന്റെ വിയോഗ വാർത്തയുടെ ഹൃദയം തൊട്ടി മദീനയിൽ ഷാമിലേക്ക് പലായനം ചെയ്ത അതേ സമയത്ത് പ്രവാചകന്റെ വിയോഗശേഷം മദീനയിൽ നിന്ന് പോകാൻ കഴിയാതെ, മദീന വിട്ട് പോകാൻ കഴിയാതെ മദീനയിൽ തന്നെ നിലനിൽക്കുന്ന മറ്റു ഇങ്ങനെ സ്നേഹത്തിന്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ, തലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരൻ ജോൺ ഡ്രൈഡൻ സ്നേഹത്തെ നിർവചിക്കുന്നത് സ്നേഹത്തിന്റെ തന്നെ വിഫലനമാണ്. ഇങ്ങനെ സ്നേഹത്തിന്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ നമുക്ക് എവിടെയും ദർശിക്കാൻ കഴിയും. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിക്കപ്പെടുകയുണ്ടായി, കൈഫ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ സ്നേഹം, നിങ്ങളോടുള്ള നിങ്ങളുടെ സ്നേഹം എങ്ങനെയായി ചോദിക്കപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു, കാന അഹ്ബ ഇലൈനാ മിൻ ഔലാദിനാ അഗിന വഹതിന. പിന്നെ പറയുന്ന കാര്യം തങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, ഞങ്ങളുടെ സന്താനങ്ങളെക്കാൾ, ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ ഏറ്റവും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതായി താപമേറ്റ് വെന്തൊഴുകുന്ന മരുഭൂമിയിൽ ഒരൊട്ട കാലങ്ങൾ താണ്ടുകയാണ്. അതിനുശേഷം ആ ഒരു ഒട്ടകത്തിന് ഒരു തണുത്ത വെള്ളം ലഭിക്കുമ്പോൾ ആ ഒരു തണുത്ത വെള്ളത്തോട് ആ ഒട്ടകത്തിന് എത്രത്തോളം ഇഷ്ടമുണ്ടാകുമോ അതിനേക്കാൾ ഇഷ്ടം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട്. ഇങ്ങനെ സ്നേഹത്തെ ഓരോരുത്തർക്കും വ്യത്യസ്തമായി അനുഭവപ്പെടുന്ന ഒരു പ്രതിഭാസം. ഇങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ സ്നേഹം വാക്കുകളിൽ നമുക്ക് നിർവചിക്കാൻ സാധ്യമല്ലെങ്കിൽ ആൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫേഴ്സ് സ്നേഹത്തെ വിവിധ തലങ്ങളാക്കുന്നത്. അതിൽ പുരാതന ഗ്രീക്ക് സൈദ്ധാന്തികർ ഏറ്റവും വെല്ലുമേറിയ മഹത്തരമായും കാണുന്ന സ്നേഹത്തിന്റെ തലം അഗപ്പെ എന്ന് പറയുന്ന സ്നേഹത്തിന്റെ രൂപമാണ്. നമ്മുടെ സമൂഹത്തിന്റെ കണ്ണാടി ഫലിക്കുന്ന ലൈംഗികതയുടെയും വൈകാരികതയുടെയും തെളുക്കല്ല അഗാപ്രാത്മം. അനന്തമായ കാത്മ്യം, അതിരുകളില്ലാത്ത സ്നേഹവും ആർദ്രതയും പ്രതിഫലിക്കുന്ന സ്നേഹത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ രൂപത്തെയാണ് നമ്മുടെ ആഗ്രഹം, വാദികൾ, പ്രതീക്ഷകൾ തുടങ്ങി പ്രണയത്തിന്റെ അതിരുകളെല്ലാം അരിച്ചെടുത്ത് സ്നേഹത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ രൂപമാണ് അഗാപ്പെ. മെറ്റ പ്രണയം എന്നാണ്, മെറ്റ എന്നാണ് ഈ ഒരു സ്നേഹം. ഞാൻ ഇത്രയും പറഞ്ഞു വെക്കുന്നത് ലോക ചരിത്രത്തിൽ അനശ്വരമായ പ്രണയത്തിന്റെ മാതൃകകൾ തീർത്ത പ്രവാചകാനുയായികളുടെ സ്നേഹം, ആ ഒരു സ്നേഹത്തിന്റെ വർണ്ണനകൾ ഈ ഒരു അഗാപ്പെ എന്ന് പറയുന്ന ഈ ഒരു സ്നേഹരൂപത്തിലാണ് നമുക്ക് അതിന്റെ ഒരു നിറം കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ അനശ്വരമായ പ്രണയം സാധ്യമാക്കുന്ന ഇടങ്ങൾ അല്ലാഹു റസൂൽ മാത്രമാണ്. നാം എപ്പോഴും പറയുന്ന ഒരു ഹദീസാണ്, ഏവർക്കും സുപരിചിതമായ ഒരു ഹദീസാണ്, ലാ യുമിനു അഹദുക്കും ഹത്താ അക്കൂന മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. പ്രവാചകൻ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, നിങ്ങളുടെ സമ്പത്തിനേക്കാൾ, നിങ്ങളുടെ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ഏതൊക്കെ കാര്യം പ്രിയപ്പെട്ടിട്ടുണ്ടോ
അതിനേക്കാൾ അപ്രിയങ്കരമാകുന്നത് വരെ ഒരാളും പരിപൂർണ വിശ്വാസികളാവുകയില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു ഹദീസിന്റെ സാധനം നമ്മളുടെ ഉള്ളങ്ങളിൽ ഇറങ്ങി നിൽക്കണം. മക്കയിൽ വിജയിച്ചില്ലാത്തതായി തിരിച്ചെത്തിയത് മക്ക ഫതഹിന്റെ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ ഇസ്ലാം ആശീർവാദം ചെയ്തു. സ്വഹാബത്തൊക്കെ ഈ ഒരു സന്തോഷ വാർത്ത കേട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സിദ്ദീഖ് റളിയല്ലാഹു ദുഃഖത്താൽ സങ്കടഭാരം സഹിക്കറിയാതെ തലവെച്ചിരിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു ചോദിക്കുന്നത് എന്താണ് സിദ്ദീഖ് എനിക്ക് സന്തോഷിക്കാൻ? സിദ്ദീഖ് റളിയല്ലാഹു പറയുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ ആഗ്രഹിച്ചു സ്വന്തം പിതാമഹൻ അബൂ ത്വാലിബ് ഇസ്ലാം ആശീർവാദത്തിൽ പ്രത്യക്ഷത്തിൽ. അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയാത്തൊരിടത്ത് ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കുക എന്നാണ് ഇതുപോലെ സ്വന്തം മാതാപിതാക്കളെക്കാൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുന്ന സ്വഹാബത്തിന്റെ അനേകം പ്രണയ മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. ഉഹദിന്റെ രണാങ്കണത്തിൽ സൊഫിയ ബിൻത് ഖുയൈഖ് റളിയല്ലാഹു അൻഹ അയിന റസൂലുള്ളാഹി പറഞ്ഞു പോവുകയാണ്. സ്വഹാബത്തിന്റെ ഇടയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു എന്നൊരു വാർത്ത ഇങ്ങനെ പ്രചരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സൊഫിയ ബിൻത് ഖുയൈഖ് എത്തുകയാണ്. ആ കൂട്ടത്തിനിടയിൽ സൊഫിയയോട് പലരും പറയുന്നുണ്ട് തന്റെ പ്രിയങ്കരനായ തന്റെ പ്രാണപ്രേയസായ ഭർത്താവ് ഇതിന്റെ രണാകുലത്തിൽ മരിച്ചുവിട്ടിട്ടുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ സൊഫിയ പ്രിയോട് പറയുന്നുണ്ട് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ രണാകുലത്തിൽ മരിച്ചുവിട്ടിട്ടുണ്ട്. പക്ഷെ സൊഫിയ ന്റെ കാതുകളിൽ ഇതൊന്നും കയറുണ്ടായിരുന്നില്ല. കാരണം ബദറിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സ്വന്തം പിതാവ് ജറാഹ് തന്റെ ഉമ്മയെ പലതവണ പരിഹസിച്ചപ്പോഴും ആക്ഷേപത്തിനിരയാക്കിയപ്പോഴും മൗനിയായി. പക്ഷേ ജറാഹിന്റെ വായിൽ മുഹമ്മദ് എന്ന നാമം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് വരെയായി അദ്ദേഹത്തിന് മൗനം ദീക്ഷിക്കാൻ സാധിച്ചു. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും തുടങ്ങിയപ്പോൾ വാടുയർ ജറാഹിന്റെ തലയിൽ. ഇങ്ങനെ പ്രവാചക പ്രേമത്തിന്റെ ഒരു അനശ്വരമായ മാതൃകകൾ തന്റെ മാതാപിതാക്കളെക്കാൾ സന്താനങ്ങളെക്കാൾ എല്ലാത്തിനെയും മുകളിൽ പ്രവാചകനെ വെക്കുന്ന ഒരു മാതൃക സ്വഹാബത്തിന്റെ പ്രണയത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഞാനിങ്ങനെ പ്രണയം സാധ്യമാകുന്നത് അല്ലാഹുവിനും റസൂലിനും മാത്രമാണ് എന്നൊരു ആർഗ്യുമെന്റ് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാവും. നമ്മളെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നിബന്ധനകളില്ലാതെ ഉപാധികളില്ലാതെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാവ്, നമുക്ക് വേണ്ടി സർവ്വം ത്യജിക്കുന്ന നമ്മുടെ പിതാവ്, ഇവരുടെയൊക്കെ സ്നേഹം എന്തുകൊണ്ട് ഈ ഒരു അനശ്വരമായ പ്രണയത്തിന്റെ പരിധിയിൽ പെടുത്താൻ കഴിയുന്നില്ല എന്ന ചോദ്യം പലരുടെയും മനസ്സിലാക്കുന്നുണ്ടാവും. എന്നാൽ ഗസാലി പങ്കുവെക്കുന്ന ഒരു ചിന്തയുണ്ട്. അതായത് ജീവനുള്ള ഗ്രഹിക്കാൻ കഴിയുന്ന ഏതൊരു വസ്തുവിന്റെയും പ്രധാനപ്പെട്ട സവിശേഷതയാണ് പ്രയത്നം. പക്ഷേ ആ ജീവനുള്ള ഗ്രഹിക്കാൻ കഴിയുന്ന ഏതൊരു വസ്തുവും ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്നത് അവന്റെ ശരീരത്തെയാണ്. അവൻ അതിനു മുകളിലായി അവൻ പ്രേമിക്കുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവന്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട്, അവന്റെ പൂർണ്ണമായ ഒരു ജീവിത നിലനിൽപ്പിന് വേണ്ടി മാത്രമായിരുന്നുവെന്നാണ്. ഉദാഹരണം, അവൻ സമ്പത്തിനെ പ്രേമിക്കുന്നത്, സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നത് അവന്റെ പൂർണ്ണമായ ജീവിത നിലനിൽപ്പിനുള്ള ഒരു ഉപാധിയായതുകൊണ്ട് മാത്രമാണ്. അവൻ അവന്റെ സന്താനങ്ങളെ ഇഷ്ടപ്പെടുന്നത് അവൻ മരണത്തിന് ശേഷം അവന്റെ പ്രതിനിധിയായി അവന്റെ സന്താനങ്ങൾ അവിടെ ഉണ്ടാകുന്നത് മാത്രമാണ് അവൻ അവന്റെ സന്താനങ്ങളെ ഇഷ്ടപ്പെടുന്നത്. ഇങ്ങനെ സന്താനങ്ങളോടുള്ള സ്നേഹത്തെ പോലും മനുഷ്യന്റെ പൂർണ്ണതയുടെ ചിറകിനോടാണ് ഗസാലി ഇമാം നിർമ്മിക്കുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റ്, ഇതിനൊരു കൃത്യമായ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ കണക്റ്റ് ആവുന്നത് മഹ്ശറയിലെ കോണ്ടെക്സ്റ്റാണ്. സൂര്യൻ ഒരു ചാണ്ട് മുന്നിൽ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ അവിടെ മുമ്പ് പ്രസവിച്ച ഒരു മാതാവ് തൻ്റെ മകനെ അന്വേഷിച്ച് പോകുന്നില്ല. ദുനിയാവിൽ മക്കൾക്ക് വേണ്ടി സർവം ത്യജിക്കുന്ന ഒരു പിതാവും അവിടെ തൻ്റെ മകനെവിടെ, തൻ്റെ മക്കളെവിടെ എന്ന് അന്വേഷിച്ച് പോകുന്നില്ല. ഈ ഒരു സ്വാർത്ഥതയാണ്
യഥാർത്ഥത്തിൽ മാതാപിതാക്കളുടെ പ്രണയത്തിന്റെ പരിശുദ്ധിയിൽ കളങ്കം വരുത്തുന്നത്. പക്ഷേ അതേ സമയത്ത് പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഉമ്മത്തിന് വേണ്ടി ഉമ്മത്തിന്റെ രക്ഷകനായി കടന്നു വരുന്നു. പക്ഷെ ഇതേ സമയം താപമേറ്റ് പൊള്ളുന്ന ചെറുപ്പതറയിൽ ദീർഘനേരം സുജൂദിലായി ഉമ്മത്തിന്റെ രക്ഷക്കായി കഴിയുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ഒരു ചിത്രത്തിൽ നിന്നാണ് യഥാർത്ഥമായ ഒരു പ്രവാചക പ്രേമത്തെ നാം വായിക്കേണ്ടത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമായി ഈ ഒരു പ്രണയം കണ്ടെത്തുന്നത് അവന്റെ വിശ്വാസ പൂർത്തീകരണത്തിന് പോലും നിദാനമാകുന്നുണ്ട്. ഒരിക്കൽ അബൂ റസീൽ ഖുഹൈലി റളിയല്ലാഹു അൻഹു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, മൽ ഈമാൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ റസൂലിന്റെ മറുപടി അയ്യകൂനല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈക മിമ്മാ സിവാഹുല്ലാഹ്, അല്ലാഹുവും റസൂലും ഭൂമിയിലുള്ള സർവ്വതിനേക്കാൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാവുക എന്നാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശ്വാസത്തിന്റെ പൂർത്തീകരണമായി, അള്ളാഹുവിനോടുള്ള പ്രണയത്തിന്റെ പൂർത്തീകരണമായി പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തെ നിബന്ധനയാക്കുന്നുണ്ട്. ഇത് ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നുണ്ട്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, റസൂലിനെ പിൻപറ്റുക, അങ്ങനെയെങ്കിൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ആ ഒരു പ്രണയം സാധ്യമാവുന്നതിന്റെ നിബന്ധനയായി അള്ളാഹു നമ്മളോട് പരിചയപ്പെടുത്തുന്നത് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുരാഗവും അനുകരണവുമാണ്. മഹാനായ സയ്യിദ് ബിൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ അഖ്യ എന്ന ഗ്രന്ഥത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് ഇതേ ആശയമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ഒരു അനുകരണമാണ്, പൂർണ്ണമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുകരിക്കലാണ് അള്ളാഹുവിലേക്ക് പൂർണ്ണമായി സഞ്ചരിക്കാനുള്ള വഴിയും മാർഗവും എന്നാണ് വഴികളിലൂടെ പറഞ്ഞു. അനുകരണത്തിന് പ്രണയത്തിൽ മഹത്തരമായ സ്ഥാനമുണ്ട്. പ്രവാചകാനുരാഗത്തിന്റെ ആഴം തൊട്ട സ്വഹാബി പോയി നമുക്ക് ദർശിക്കാൻ കഴിയും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകുന്ന വേളയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തല ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ള അനുയായികൾ ചോദിക്കും, നേതാവേ, എന്തിനാണ് നിങ്ങൾ അങ്ങനെ തലകുനിക്കുന്നത് ചോദിച്ചപ്പോൾ മഹാനവരുടെ മറുപടി ഉണ്ടായിരുന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതേ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. അതിൽ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലപ്പാവ് ആ ഒരു മരത്തിന്റെ ചില്ലയിൽ കൊള്ളുമോ എന്ന് ഭയന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലയൊന്നിനെ കുറിക്കുന്നുണ്ട്. ഈ ഒരു മാതൃകയാണ് അബ്ദുല്ലാഹിനെ അവിടെ തലകുറിക്കാൻ പ്രയോഗിച്ചത്. ഇതുപോലെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്ന വഴികളിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ എത്ര കാലടികളാണോ വെച്ചത് അതേ എണ്ണം കാലടികൾ സ്വഹാബത്ത് വെക്കാൻ ശ്രദ്ധിക്കും. ഇങ്ങനെ ആത്മാവ് തൊട്ടറിഞ്ഞ അനുകരണത്തിന്റെ മനോഹരമായ മാതൃകകൾ തീർത്ത സ്വഹാബത്ത് അനശ്വരമായ അവരുടെ പ്രണയത്തെയാണ് ഇവരുടെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഇത്തിബാഉ നബിക്ക് വളരെ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. മഹോന്നതമായ സ്ഥാനം ഇത്തിബാഉ നബിക്ക് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. മക്കയിലെ ഹറമിൽ നിസ്കരിക്കുന്നതിന് 10,000 കോടി അധികം പ്രതിഫലം മറ്റു പള്ളികളിൽ നിന്നും വ്യത്യസ്തമായി ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ഹജ്ജിന്റെ വേളയിൽ ദുൽഹിജ്ജ 8ാമത്തെ ദിവസം മിനായിൽ നിന്ന്, ഹറമിന് പുറത്തുള്ള മിനായിൽ നിന്ന് അസ്ർ നിസ്കരിക്കലാണ് ഹാജിമാർക്ക് ഏറ്റവും ഉത്തമം. ഇതിനെ ഫുഖഹാ രേഖപ്പെടുത്തുന്ന ഒരൊറ്റ കാര്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുകരണം മാത്രമാണ്. ഇതുപോലെ തന്നെ ഖുർആനിലെ ഓരോ ഹർഫിനും പടച്ചവൻ 10 വീതം പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ നിസ്കാരത്തിൽ നമ്മോട് കൽപ്പിക്കുന്നത് ഏറ്റവും ചെറിയ സൂറത്തുകൾ അല്ലെങ്കിൽ ഏറ്റവും നിർമ്മിതമായ ചില സൂറത്തുകൾ മാത്രം ഓതാൻ വേണ്ടിയാണ്. ഇതിനും വിശദീകരിക്കുന്നത് ഒരൊറ്റ കാരണമാണ്, ഇത്തിബാഉ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ ഒരു അനുകരണം, നബി എന്ത് ചെയ്തോ അത് ചെയ്യുക എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ ഒരു ഇത്തിബാഇന് എത്രത്തോളം സ്ഥാനം കൽപ്പിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം. ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രം നീ നിൽക്കുന്നതല്ല. പ്രവാചക അനുകരണം നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലേക്ക് വരും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും മാതൃകയാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്,
ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ടെന്നാണ്. മാതൃക എന്ന് പറഞ്ഞാൽ അത് മോഡലാണ്. നാം ഒരു മോഡലിനെ ഏറ്റവും കൂടുതൽ അനുസരിക്കുന്നതിനേക്കാൾ അതിനെ അനുകരിക്കാനാണ് നാം ശ്രമിക്കുക. ഒരാളെ എനിക്ക് ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നത് അയാളെ ഏറ്റവും കൂടുതൽ നാം ഇഷ്ടപ്പെടുമ്പോഴാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ അനുകരിക്കാതിരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. പ്രവാചകനുള്ള ഈ ഒരു അനുകരണം കേവലം ബാഹ്യമായ പ്രകടനങ്ങളല്ല, മറിച്ച് ആന്തരികമായ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ക്രിയയാണ്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് വേരുപെടുത്തുമ്പോഴാണ് ഇത് സാധ്യമാകും. ലോകത്തുള്ള സർവ്വതിനേക്കാളും അതിന്റെ എല്ലാത്തിനും മുകളിൽ റസൂലിനെ പ്രതിഷ്ഠിക്കുമ്പോഴാണ് യഥാർത്ഥമായ ഉപാധികളില്ലാത്ത, താല്പര്യങ്ങളില്ലാത്ത, പ്രണയത്തിന്റെ പതിരുകൾ ഏതുമില്ലാത്ത ശുദ്ധമായ പ്രണയത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. പ്രവാചക സ്നേഹത്തിന്റെ അനുപമമായ മാതൃകകൾ തീർത്ത സ്വഹാബത്ത് പ്രയാസങ്ങളുടെ പർവ്വതങ്ങൾ കയറി സഹനത്തിന്റെ മഞ്ഞുമലകൾ ഒരുക്കിയത് യഥാർത്ഥമായും പ്രവാചക സ്നേഹം കണ്ടെത്തുന്നതിന് വേണ്ടിയായിരുന്നു. പ്രവാചകനോടുള്ള പ്രണയം ദർശിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു മരണശൈലിയിൽ കിടക്കുകയാണ്. വല്ലാത്ത ഔഷധം അനുഭവിക്കുന്നുണ്ട്. ചുറ്റും ആളുകൾ കൂടിയിരിക്കുന്നു. തൊട്ടടുത്ത് ഭാര്യ നിൽക്കുന്നു. എല്ലാവരും വിതുമ്പി കരയുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു മരണത്തോട് മല്ലിട്ട് കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു അനുയായികളിൽ നിന്ന് ചോദിച്ചു, അല്ലയോ ബിലാൽ, താങ്കൾ എന്തിനാണ് ചിരിക്കുന്നത്? ബിലാൽ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, എന്റെ പ്രണയം, എന്റെ പരിശുദ്ധമായ പ്രണയത്തെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടെത്തി. നാളെ എന്റെ ഹബീബ് അനുയായികളും സ്വർഗ്ഗത്തിൽ എന്നെ നിർമ്മിക്കാൻ കാത്തു നിൽക്കുന്നു. പിന്നെ എന്തിനാണ് ഞാൻ ബേജാറാവുന്നതാണ്? നമുക്കും നമ്മുടെ പ്രണയത്തെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന് നൽകാൻ സാധിക്കണം.